ഷെയറിങ് ഈസ് ഫൺ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വളരെ ചെറിയ പ്രായം തുടങ്ങിയ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട്സായിട്ടും സിബ്ലിങ്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം എന്നാണ് നമ്മളെ പലരെയും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയ പ്രായത്തിൽ നമുക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മളുടെ ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് തുടങ്ങി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലഞ്ച് നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നത് തുടങ്ങി. ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളുടെ അടുത്തായിരിക്കും ബാറ്റ്, ഒരാളുടെ അടുത്തായിരിക്കും ബോൾ. ഇതെല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഒരുപാട് പേര് ഒരുമിച്ച് ഗെയിംസ് കളിക്കുന്നത് തുടങ്ങി. ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഷെയറിംഗ് എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യം, ഒരു ഗുഡ് ഡീഡായിട്ടാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ചില സമയങ്ങളിൽ ഈ ഷെയറിങ് നമുക്ക് തന്നെ ഒരു കുരിശായി മാറാറുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതിനു മുന്നേ മൈ ഡിയർ ഫ്രണ്ട്, താങ്കൾ വീണ്ടും എത്തിയിരിക്കുകയാണ്, നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. കൂടെയുള്ളത് യുവർ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് മനസ്സ് തണുപ്പിക്കണം. മനസ്സ് തണുപ്പിക്കാനായിട്ടുള്ള മനോഹര ഗാനം ഇതാ എത്തുകയാണ്. യെസ്, മന്നിപ്പായ എന്നോട് ക്ഷമിക്കൂ എന്ന് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. ചില സംഭവങ്ങൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സേയിങ് ഉണ്ട്, ഇഫ് യു വോണ്ട് ടു ബി സക്സസ്ഫുൾ ഫസ്റ്റ് ഷട്ട് യുവർ മൗത്ത് എന്നുള്ളൊരു സംഭവം. അതായത് ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം പിടിച്ച ഷെയറിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കുറിച്ചുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ചിലരുടെ അടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യും. ഓവർ ഷെയറിങ് എന്നതിനെ പറയും. എനിക്ക് ഭയങ്കരമായിട്ട് ആ സ്വഭാവം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾ മുന്നേ വരെ. അതായത് പരിചയപ്പെട്ട് ഒരു ഇത്തിരി കഴിഞ്ഞാൽ ഞാൻ എന്താണെന്നറിയില്ല, അത്ര പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആൾക്കാരുമായിട്ട് അടുക്കാറില്ല. പക്ഷേ ചെറിയൊരു കണക്ഷൻ തോന്നിയാൽ, ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സിമിലർ ഇൻട്രസ്റ്റുകളാണെന്ന് തോന്നിയാലൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനെ, എൻ്റെ പ്ലാൻസിനെയൊക്കെ പറ്റി ഞാൻ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യായിരുന്നു. എന്തായാലും കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് എങ്കിലും ഞാനത് കുറച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കേട്ടിരിക്കാൻ വരുന്ന ആൾക്കാർ പലരും, ഇവരെല്ലാവരും നമ്മളുടെ ബെസ്റ്റ് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്കെല്ലാം നല്ലതുപോലെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഒരിക്കലും നമ്മളെ പറ്റിയുള്ള പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. അതായത് ഡോണ്ട് ടെൽ പീപ്പിൾ അങ്ങനത്തെ ഉള്ള കോട്ടുകളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ കാണാറുണ്ടല്ലോ. ബിക്കോസ് ആൾക്കാർക്ക് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെ നശിപ്പിക്കാൻ പറ്റുള്ളൂ, അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും അവർക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് അതിനെപ്പറ്റി അവർക്ക് നോളജ് ഇല്ല. അപ്പം നമ്മളുടെ പ്രോഗ്രസ് ആയിക്കോട്ടെ, നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സൈലൻ്റ് ആക്കി വെക്കുക. വൺസ് കൺഫേം ആയി കഴിയുമ്പോൾ നമ്മൾ പവർഫുള്ളായിട്ട്, അതായത് നമ്മൾ ഡിസപ്പിയർ ആവുക അവരുടെ മുമ്പിൽ നിന്ന്. എന്നിട്ട് നമുക്ക് നേടേണ്ട കാര്യങ്ങളെല്ലാം നേടിയിട്ട് നമ്മൾ വളരെ പവർഫുള്ളായിട്ട് റീഅപ്പിയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇത് സത്യം പറഞ്ഞാൽ എനിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാര്യം ഇപ്പോൾ പലപ്പോഴും നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സർക്കിളിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ഈ ഷെയർ ചെയ്യാനുള്ള സ്വഭാവം ഉണ്ടല്ലോ, ഇത് ആക്ച്വലി നമുക്ക് കുറേ നാളുകളായിട്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളതാണ്. ബിക്കോസ് നമ്മളുടെ ഒരു സർവൈവലിനും എല്ലാം ഇത് നമ്മളുടെ ഫെല്ലോ ഹ്യൂമൻ ബീങ്സിനോട് ഷെയർ ചെയ്യാന്നുള്ള നമ്മളുടെ തലച്ചോറിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ടെൻഡൻസി വരും. അപ്പോൾ ഈവൻ ഈ അടുത്ത സമയത്ത് പോലും എനിക്കിങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ചില സർക്കിളിൽ ഇരിക്കുമ്പോൾ പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ആലോചിക്കും, ഓഹ് മൈ ഗോഡ്, ഐ ഡിഡ് ഇറ്റ് അഗൈൻ, പിന്നെയും എൻ്റെ കയ്യിൽ നിന്ന് അത് സംഭവിച്ചല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് പാടാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാമെന്ന് പറയുന്നത്, നമ്മുടെ തന്നെ മൗത്ത് കൺട്രോൾ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് പാടാണ്. എന്തായാലും അത് ഇന്ന് തുടങ്ങി പതുക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് കുറേയൊക്കെ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോകുന്നതും കൂടി ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ സെറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുന്നതും പറയാത്തതുമായ
നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. നിങ്ങളുടെ സീക്രട്ടായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളിലും സക്സസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ പോഡ്കാസ്റ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കരുത് കേട്ടോ റേറ്റ് ചെയ്യാൻ, അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ സോഫാർ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നാളെ തന്നെ കാണാൻ പറ്റും എന്ന വിശ്വാസത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ, സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്.